താങ്കളെ വിനിയോഗിച്ചത് അല്ലെങ്കിൽ നിയോഗിച്ചത് ശ്രീ ഗോകുലം ഗോപാലനാണ് എന്ന തരത്തിലും ചർച്ചകൾ വരുന്നുണ്ട്, ചില റൂമറുകൾ കേൾക്കുന്നുണ്ട്. കാരണം വെള്ളാപ്പള്ളി നടേശനെതിരെ ഫൈറ്റ് ചെയ്യുന്ന എല്ലാ ഗ്രൂപ്പുകളും അവസാനം തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നുള്ള SNDP, പിന്നെ ഇവരുടെ കൂട്ടത്തിലുള്ളവരെങ്ങനെയാണ് സോഡ നാരങ്ങയുള്ള ദാഹത്തിന് പരിഹാരമാക്കി. വെള്ളാപ്പള്ളി പറയുന്നത് ശ്രീ നടേശ ധർമ്മ പരിപാലന യോഗം എന്നാണ്. ഇനി ഇയാളുടെ ഈ അവസ്ഥ കണ്ട് യഥാർത്ഥ ഇപ്പോഴത്തെ SNDPക്കാരുടെ അവസ്ഥ എന്ന് വെച്ചാൽ സർവ്വ നരക ദുരിത ഭണ്ഡാരം എന്നാണ്. 1928 കന്നി 5 ഗുരു സമാധിയായെങ്കിൽ ആ 28 തിരിച്ചിടുന്ന 82 കന്നി 5 ഞാൻ ജനിക്കുന്നത്. ഇത്രയും കൃത്യമായിട്ടൊരു എവിഡൻസ് വന്നൊരു കേസ് മുന്നിൽ നിൽക്കുമ്പോഴും എന്തുകൊണ്ട് നിങ്ങൾ ഗുരുധർമ്മം പാലിക്കുന്നവർക്കെതിലേക്ക് താങ്കളെ ചോദ്യം ചെയ്യല്ല, പക്ഷെ എന്തുകൊണ്ട് ഒന്നും ആവാൻ പറ്റുന്നില്ലേ? എന്നെയല്ല ചോദ്യം ചെയ്യേണ്ടത്, രമേശ് ചെന്നിത്തലയാണ് ചോദ്യം ചെയ്യണം, VD സതീശനെ ചോദ്യം ചെയ്യണം. രമേശ് ചെന്നിത്തലയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ, രമേശ് ചെന്നിത്തല ധർമ്മപുത്രനാണെങ്കിൽ, അദ്ദേഹം അൺബൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹം വെള്ളാപ്പള്ളിയെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, പല ശ്രീനാരായണീയന്മാരുടെയും വിചാരം അദ്ദേഹമാണ് SNDP എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് കെട്ടിപ്പടുത്തത്, അല്ലെങ്കിൽ അദ്ദേഹം വന്നതിന് ശേഷമാണ് SNDP കോട്ട പോലും ഉണ്ടായത് എന്ന് വിചാരിക്കുന്ന ഒരുപാട് ശ്രീനാരായണീയരെ എനിക്കറിയാം. പക്ഷേ അദ്ദേഹം എന്താണെന്ന് കുറച്ചും കൂടി അറിഞ്ഞു വരുമ്പോൾ ഇത്തരക്കാരോട് ഇങ്ങനെ ഇദ്ദേഹമാണ് ഇവരുടെ ബ്രാൻഡ് അംബാസഡർ എന്ന് പറയുന്നവരോട് അങ്ങേയറ്റം പുച്ഛം തോന്നിയിട്ടുണ്ട്. പക്ഷെ പത്മഭൂഷൺ വാങ്ങി ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു സമയത്ത് അദ്ദേഹത്തിനെതിരെ താങ്കളൊരു വലിയൊരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി താങ്കളെ വിനിയോഗിച്ചത് അല്ലെങ്കിൽ നിയോഗിച്ചത് ശ്രീ ഗോകുലം ഗോപാലനാണ് എന്ന തരത്തിലും ചർച്ചകൾ വരുന്നുണ്ട്, ചില റൂമറുകൾ കേൾക്കുന്നുണ്ട്. സത്യം എന്താണ്? ഗോപാലേട്ടനാണ് വെള്ളാപ്പള്ളിക്ക് എഗൻസ്റ്റ് ആയിട്ട് വളരെ ശക്തമായിട്ട് ആദ്യമായിട്ട് ഇവിടെ ഫൈറ്റ് തുടങ്ങുന്നത്. ഭയങ്കര ഫൈറ്റൊക്കെ 10-25 കോടിക്ക് മുകളിൽ അദ്ദേഹം പലതരത്തിലുള്ള യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഇത് ചിലവാക്കി. ഇത് കണ്ട് നമ്മുടെ ആൾക്കാരിൽ കുറേ ആൾക്കാരുണ്ടല്ലോ, ഒരാളൊരു കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി ധാർമ്മികമായൊരു യുദ്ധം ചെയ്യുന്നു, ഒരു ഇത് കണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ പൈസ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടും പൈസയ്ക്ക് വേണ്ടി മാത്രം വന്ന് നിന്ന കുറേ പേര് പിന്നെ ഇദ്ദേഹത്തെ ഗോപാലേട്ടൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് കണ്ട് പിന്നീട് വെള്ളാപ്പള്ളി അവരെ പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്ത് അങ്ങോട്ട് പോയി. അങ്ങനെ ലാസ്റ്റ് ഒരു ഒരു വക്കീലിൻ്റെ പേര് വരെ ആ ഇതിൽ എത്തിപ്പെട്ടു എന്നുള്ളത് നമ്മളെ വലിയ വേദനിപ്പിച്ചു. ഞാൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയായിരുന്നു. ഗോപാലേട്ടൻ എന്നടുത്ത്, ഞാനും ഗോപാലേട്ടനായിട്ടുള്ള ബന്ധം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആദ്യം പറഞ്ഞൊരു കാര്യം ഇതാണ്: നമ്മുടെ ഗുരുധർമ്മത്തെ തകർക്കുന്ന ഒരു രാക്ഷസൻ, അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കണം, ധർമ്മം സ്ഥാപിക്കണം, ഗുരുവിൻ്റെ ഭക്തർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യണം. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ധാർമ്മികമായ രീതി. പക്ഷേ ഒരു നിയമപരമായിട്ടല്ലാത്തൊരു ഫൈറ്റിനും ഗോപാലേട്ടൻ തയ്യാറായിരുന്നില്ല. ഞാനിതെല്ലാം കേട്ടു, സംസാരിച്ചു, നമ്മളങ്ങനെ ഒരു ബന്ധം, പിന്നെ നമ്മുടെ ബന്ധത്തിന് ഒരുപാട് ആഴങ്ങളിലേക്ക് എത്തി. എനിക്കൊരു പിതാവിൻ്റെയും അദ്ദേഹത്തിനൊരു മകൻ്റെയും, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗുരുക്കളും ആയ ഒരു ജീവിതം നയിച്ചിങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ ലാസ്റ്റ് ഗോപാലേട്ടൻ എന്നോടൊരു കാര്യം പറയുന്നത്: ഇനി ഇതിൽ വേറെ കഥയില്ല, എല്ലാവരും ഗോപാലേട്ടൻ മതിയാക്കുന്നത്, എനിക്കിനി വേണ്ട താല്പര്യം. അങ്ങനെ എൻ്റെ മുന്നിൽ ഗോപാലേട്ടൻ എങ്ങനെ തളരുന്നത് എനിക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹം മുന്നോട്ട് വന്നത് വെച്ചത് പൈസ ഉണ്ടാക്കാനോ ഈ SNDP നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കണമെന്നോ ആഗ്രഹിച്ചിട്ടല്ല. അദ്ദേഹത്തിൻ്റെ പൈസ മാത്രമെല്ലാം പോയത് തന്നെയാണ് വിഷയം. അങ്ങനെ ഈ കേസിൽ ഞാൻ പറയും, ശരി എന്നാൽ ഇനി ഞാൻ എൻ്റെ ഭാഗം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ എൻ്റെ ഗുരുവുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്, അത് ഗോപാലേട്ടൻ ഓർമ്മിപ്പിച്ചു. ഞാനാദ്യം പറഞ്ഞു എനിക്കതിനോട് താല്പര്യമില്ല, ഞാനിപ്പോൾ കർണാടക സെറ്റിലായതല്ലോ, എനിക്കിങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആൾക്കാർക്ക് ഒട്ടും ഗുരുദേവൻ എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരാണ് ഈഴവ സമുദായത്തിൽ ബഹുഭൂരിപക്ഷം. ഒരു കഥ കൂടിയുണ്ട്, അദ്ദേഹത്തെ തേങ്ങക്കടിച്ച് കൊന്നതാണ് എന്നൊരു കഥ പോലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. തേങ്ങക്കടിച്ച് കൊന്നതാണ്, മറ്റേ സിമന്റ് നാണുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് മഞ്ഞ ഇരിക്കുന്ന ഇതാണ്. മഞ്ഞയൊന്നും ഗുരു ഇട്ടതൊന്നും അല്ല, അത് ഈ കിഴങ്ങന്മാരാക്കി വെച്ചിരിക്കുന്ന കാര്യമാണ്. ഒരിക്കൽ മഞ്ഞൾ കലക്കിയത് അന്ന് ഈ മസൂരിയും ചിക്കൻ ബോക്സും വരുന്ന സമയത്ത് അത് ആൻറ്റിസെപ്റ്റിക് ആയതുകൊണ്ട് അത് ഒരു പ്രൊട്ടക്ഷൻ ഷീൽഡ് പോലെ ആക്കി വെച്ചതാണ്. ഗുരു മാത്രമേ ഉള്ളൂ 17 സൂക്ഷ്മ ശക്തികളെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഗുരു മാത്രമേ ഉള്ളൂ യഥാർത്ഥ ആത്മീയതയുടെ
അൾട്ടിമേറ്റ് ലെവലിലേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ളത് പഠിപ്പിച്ചിട്ടുള്ളൂ. ഓറയും ചക്രയും പറ്റിയിട്ടുള്ള കാര്യങ്ങളുടെ കംപ്ലീറ്റ് അതൊന്നും ഇവിടെ വെളിയിൽ വന്നിട്ട് പോലുമില്ല. അത് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഒരു നിയോഗത്തിൻ്റെ ഭാഗമായിട്ട് എനിക്കത് ലഭിക്കാൻ സാധിച്ചു. എനിക്കത് കിട്ടിയതിൻ്റെ കാരണവും നിങ്ങൾക്കൊക്കെ അറിയാം. എങ്ങനെയാണ് എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഗുരു. അപ്പോൾ ആ ഒരു ഗുരുവിൻ്റെ ഒരു ബന്ധവുമായി കണക്ട് ചെയ്ത് തന്നെ ഗോപാലേട്ടൻ ഇത് എന്നോട് പറഞ്ഞു. പിന്നെ ഇനിയൊരു കാഴ്ച വേറെ ആയിരിക്കണം. കാരണം വെള്ളാപ്പള്ളി നടേശനെതിരെ ഫൈറ്റ് ചെയ്യുന്ന എല്ലാ ഗ്രൂപ്പുകളും അവസാനം തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. കാരണം എല്ലാവർക്കും സ്ഥാനം വേണം. ജനറൽ സെക്രട്ടറി വേണം. എനിക്ക് ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞു. ഞാനതൊരു ആവശ്യവും പറഞ്ഞിട്ടില്ല. ഗോപാലേട്ടനും അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞിട്ടില്ല. പക്ഷെ കൂടെ ഉള്ളവർക്കൊക്കെ പല ആൾക്കാർക്കും പല ആഗ്രഹങ്ങളാണ്. പിന്നെ ഒത്തൊരുമയില്ല. ഗുരു എന്താണെന്ന് അറിയണമെങ്കിൽ അവർക്കൊരു ആത്മീയ തേജസ് വേണം. അവരുടെ മൂലാധാരം തൊട്ട് സഹസ്രധാരം വരെ ആ എനർജി കൃത്യമായിട്ട് സഞ്ചരിക്കണം. ധർമ്മബോധം ഉണ്ടായിരിക്കണം. ഇതൊന്നുമില്ലാതെ ഇരുന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ശിവഗിരി മഠത്തുനിന്ന് നമ്മുടെ പ്രിയ സഹോദര സന്യാസിയായ സച്ചിദാനന്ദ സ്വാമി മാത്രമാണ് ഇപ്പം മുന്നോട്ട് വന്നിട്ടുള്ളത്. പിന്നെ എത്രയോ ബിസിനസ്സുകാർ ഇവിടെയുണ്ട്. ആരും വിളിച്ചിട്ട് ഒരു കാര്യങ്ങൾ ചോദിക്കില്ല, ഒരു കാര്യം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കില്ല. അങ്ങനെ ചോദിക്കാതിരിക്കുന്നത് പോലും അധർമ്മികളുടെ ലക്ഷണമാണ്. നമ്മളൊന്നും വേണ്ടിയിട്ടില്ല, ആരുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഗുരുവിൻ്റെ ഈ ഒരു കാര്യം അവിടെ ധർമ്മം സ്ഥാപിക്കണം, അവിടെ എല്ലാം തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞ് അത്രയും തീവ്രമായിട്ട് നിൽക്കുന്നത് അന്യജാതികളിൽ പെട്ടവരും അന്യമതങ്ങളിൽ പെട്ടവരുമാണ്. ആ മതവിശ്വാസികളായിട്ട് നിൽക്കുന്നവർ. അവരോട് അഭിമാനമാണ് തോന്നുന്നത്. കാരണം സ്വന്തം ആൾക്കാർക്ക് അറിയില്ലല്ലോ. അറിയുന്നെങ്കിൽ ഇവർ ഇങ്ങനെ കള്ളും കുടിച്ചും ബോധമില്ലാതെ ഇങ്ങനെ നടക്കല്ലേ നമ്മുടെ ആൾക്കാർ. പിന്നെ അതുപോലെ വെള്ളാപ്പള്ളിയാണ് വലുതെന്ന്, വെള്ളാപ്പള്ളി കാരണമാണ് ഈ അറിയപ്പെട്ടു എന്ന് അങ്ങ് പറഞ്ഞത് സത്യമാണ്. കാരണം വെള്ളാപ്പള്ളി കാരണം ഒരു 127 ക്രിമിനൽ കേസുകൾ വന്നു വെള്ളാപ്പള്ളി വന്നതിന് ശേഷം. വെള്ളാപ്പള്ളിയുടെ ഈ മണ്ടത്തരവും വർഗീയതയും പറഞ്ഞു ഗുരു എന്താണോ പറയരുത് ചെയ്യരുത് എന്ന് പറഞ്ഞ് അതെല്ലാം ചെയ്ത് SNDP എന്ന് പറയുന്ന സ്ഥാനത്തിന് അങ്ങ് അറിയിച്ചു കൊടുത്തു. അത് ശരിയാണ് അങ്ങ് പറയുന്നത്. അല്ലാതെ ധർമ്മത്തിൻ്റെ രീതിയിലല്ല. ഗുരുധർമ്മല്ല പറഞ്ഞത്. ഗുരുധർമ്മം ഇത് നടേശധർമ്മമാണ്. അതായത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നുള്ള SNDP. പിന്നെ ഇവരുടെ കൂട്ടത്തിലുള്ളവരെങ്ങനെയാണ് സോഡ നാരങ്ങ വെള്ളം ദാഹത്തിന് പരിഹാരമാക്കി. വെള്ളാപ്പള്ളി പറയുന്നത് ശ്രീ നടേശ ധർമ്മ പരിപാലന യോഗം എന്നാണ്. ഇനി ഇയാളുടെ ഈ അവസ്ഥ കണ്ട് യഥാർത്ഥ ഇപ്പോഴത്തെ SNDPക്കാരുടെ അവസ്ഥ എന്ന് വെച്ചാൽ സർവ്വ നരക ദുരിത ഭണ്ഡാരം എന്നാണ്. അപ്പോൾ ഈ രീതിയിൽ പോകുന്ന ഒരു പ്രസ്ഥാനം. പിന്നെ ഇയാൾ ചെയ്തിരിക്കുന്ന തെണ്ടിത്തരങ്ങൾ, ഇയാളുടെ തെണ്ടിത്തരങ്ങൾ പറയാൻ ആരുമില്ല ഇവിടെ. അതുകൊണ്ട് തന്നെ ഞാൻ SP ഓഫീസിൽ ചെന്ന് കൃത്യമായിട്ട് ഞാൻ കൊണ്ടു കൊടുത്തു. ഇത് ഇന്ന 2 ബിഗ് ഷോപ്പർ നിറയെ ഫയൽ കൊണ്ടു കൊടുത്തു. ഇയാൾക്കെതിരെ ഫൈറ്റ് ചെയ്യുന്ന PS രാജീവ്ജി, മുമ്പ് തഹസീൽദാറായിട്ടിരുന്ന അദ്ദേഹം തൊട്ട് ബാക്കിയുള്ള എല്ലാം അങ്ങനത്തെ വലിയ വലിയ നല്ല ഒറിജിനൽ പോരാളികളെല്ലാം ഇന്ന് നമ്മുടെ കൂട്ടത്തിലായിക്കഴിഞ്ഞു, ആയിക്കൊണ്ടിരിക്കുന്നു, വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. പോയി പർച്ചേസ് ചെയ്യാൻ പറ്റാതെ ഇപ്പോൾ TL ഡോൾഗോയെ പോലുള്ള വക്കീലന്മാർ എൻ്റെ കൂടെ ഉണ്ട്. ബാക്കി തൊട്ട് മുമ്പ് ഒരു വക്കീലിരുന്ന് വെള്ളാപ്പള്ളിയുടെ അടുത്തുനിന്ന് തന്നെ പൈസയും മേടിച്ചിട്ട് നമ്മളുടെ ഗോപാലേട്ടൻ്റെ അടുത്തുനിന്ന് മീറ്റിങ്ങും കൂടിയിട്ട് വെള്ളാപ്പള്ളിയുടെ അടുത്തുനിന്ന് പൈസയും മേടിച്ചിട്ട് പോകുന്ന ഒരു വക്കീൽ അവിടെ ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും വലിയ QR കോഡ് കൊണ്ട് സ്കാൻ ചെയ്ത് പൈസ മേടിക്കുക. പറയുമ്പോൾ വെള്ളാപ്പള്ളിക്ക് എഗൻസ്റ്റ് ആണെന്ന് പറയും. എന്നിട്ട് വെള്ളാപ്പള്ളിക്ക് അനുകൂലമായിട്ടുള്ള എല്ലാ വകുപ്പുകളും ഇതുമൊക്കെ വെച്ചിട്ട് ചതി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഗോപാലേട്ടൻ പിന്നെ പറയുന്നത് ഇത് നിങ്ങൾ തന്നെ ഇനി ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു അത് മാത്രമല്ല ബാക്കിയുള്ളവരുടെ തീരുമാനം എന്താണെന്ന്. എല്ലാവരും ഒരേ സ്വരത്തിൽ അത് പറയാൻ തുടങ്ങി. അത് എൻ്റെ നിയോഗമായിരിക്കാം. കാരണം 1928 കന്നി 5-ന് ഗുരു സമാധിയായെങ്കിൽ ആ 28 തിരിച്ചിടുന്ന 82 കന്നി 5-ലാണല്ലോ ഞാൻ ജനിക്കുന്നത്. അപ്പോൾ അത് എൻ്റെ നിയോഗത്തിൻ്റെ ഭാഗമായിരിക്കാം. ഗുരു നിർത്തിയെടുത്തുനിന്ന് തുടങ്ങണം. അപ്പം ആ ഒരു യുദ്ധം കണ്ടിന്യൂ ചെയ്യാം. ഉറപ്പായിട്ടും ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെതിരെ 127 കേസുകളുണ്ടെന്ന് താങ്കൾ പറയുമ്പോഴും അതിലിപ്പോൾ മഹേഷിന്റെ ഒരു ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറയുന്നത് ഏറ്റവും വാലിഡ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ആണ്. ഇത്രയും കൃത്യമായിട്ടൊരു എവിഡൻസ് വന്നൊരു കേസ് മുന്നിൽ നിൽക്കുമ്പോഴും എന്തുകൊണ്ട് നിങ്ങൾ ഗുരുധർമ്മം പാലിക്കുന്നവർക്കെതിലേക്ക് താങ്കളെ ചോദ്യം ചെയ്യല്ല, പക്ഷെ എന്തുകൊണ്ട് ഒന്നും ആവാൻ പറ്റുന്നില്ലേ? എന്നെയല്ല ചോദ്യം ചെയ്യേണ്ടത്, രമേശ് ചെന്നിത്തലയെ ചോദ്യം ചെയ്യണം, VD സതീഷിനെ ചോദ്യം ചെയ്യണം. സമുദായ നേതാക്കൾക്കെതിരെ അവർ മിണ്ടില്ല എന്ന്. അവരെന്താ സമുദായ നേതാക്കള് അവരുടെ വീട്ടിൽ കയറി ഒരു സമുദായ നേതാവ് തന്തയില്ലായ്മ കാണിച്ചവർ മിണ്ടാണ്ടിരിക്കുമോ?
രമേശ് ചെന്നിത്തലേനെ ആഭ്യന്തരമന്ത്രി ആക്കിയിരിക്കുന്നത് ജനങ്ങളുടെ കാര്യം നോക്കാനാണ്. ഇവിടെ നീതിയും ധർമ്മവും ഒക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ വെള്ളാപ്പള്ളിയുടെ മോനും സഹായം ചെയ്യാനല്ല. അതൊരു കാര്യം നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവരൊക്കെ ഇടുന്ന രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും പിണറായി വിജയനും ബാക്കിയുള്ള ഈ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഇടുന്ന ഷൂ പോളിഷ് ഉണ്ടല്ലോ, അവരിടുന്ന ചെരുപ്പിൻ്റെ ഷൂ പോളിഷ്, ആ ഷൂ പോളിഷിൽ ഈ ഇച്ചിരി വിഷമുണ്ടായിരുന്നെങ്കിൽ ഇവനൊക്കെ എന്നെ ചത്തുപോയനെന്നറിയോ? അമ്മാതിരി കാല് നക്കലാണ് ഇവന്മാരെ നക്കുന്നത്. രമേശ് ചെന്നിത്തല എന്തിനാ രമേശ് ചെന്നിത്തല നോയിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. ഒരു കാര്യം മനസ്സിലാക്കൂ, ഈഴവ സമുദായത്തെ നശിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട് കേരളത്തിൽ. അവരാണ് ഈ സിമന്റ് നാണുവെന്നും അവരാണ് ഈ പറയുന്ന പോലെ തലയിൽ തേങ്ങ അടിച്ചു കൊന്നുവെന്നും പറഞ്ഞ് ഗുരുവിനെ അപമാനിക്കുന്ന ഒരു വർഗീയ വിഭാഗം ഇതിനകത്തുണ്ട്. പ്രത്യേകിച്ച് ആ ഗ്രൂപ്പ് ഏറ്റവും കൂടുതലെന്ന് വെച്ചാൽ ഈ സുകുമാരൻ നായരുടെ നായർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. മന്നത്തിൻ്റെ നായരല്ല. മണ്ണമെന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയ്ക്ക് എഗൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്തിരുന്ന ആളാണ്. 1947 പോലും ഹിന്ദു മഹാമണ്ഡൽ ഇതിൽ ഏറ്റവും മുഖ്യ കർമ്മിയായിട്ട് ഇതിൽ ജാതി വ്യവസ്ഥകൾ മാറ്റി നിർത്തി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞ ആൾ അദ്ദേഹമാണ്. അദ്ദേഹം പറഞ്ഞതിന് പിന്നോക്ക വിഭാഗത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്ത ഏറ്റവും വലിയ ഒരു പോരാളിയാണ് ആദരണീയനായ മന്നത്ത് പത്മനാഭൻ. അദ്ദേഹം പിള്ള എന്നുള്ള പേര് വരെ ഞാൻ എടുത്ത് കളയുന്നു എന്ന് പറഞ്ഞ അതാണ് യഥാർത്ഥ നായർ. ആ നായർ ചട്ടമ്പി സ്വാമിയുടെ അടുത്ത് പറയുമ്പോഴും അവർ പറയുന്നത് NSSന് വിളക്ക് കത്തിച്ചു കൊടുക്കുന്ന ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു നായർ കുടുംബത്തിലുള്ള ഒരു സഹോദരനാണ് സന്യാസിയായിട്ട് ശിവഗിരിയിൽ ആദ്യം ഗുരു കൊണ്ടുവരുന്നത്. അപ്പം നായർ ഈഴവർ ബന്ധം എന്ന് പറഞ്ഞാൽ അത്രയും ധാർമ്മികമായ നെഞ്ചും മുതുകും പോലെയായിരുന്നു. എന്നാൽ ആ പറട്ട വെള്ളാപ്പള്ളി നടേശനെ പോലെ തന്നെ ഒരു പറട്ട സുകുമാരൻ നായരുണ്ട്. ഈ രണ്ട് തെണ്ടികളും ഉണ്ടല്ലോ, ഈ രണ്ട് നാറികളുമാണ് സമുദായത്തെ വെച്ച് ഇവിടെ വർഗീയതയും പറഞ്ഞ് ആൾക്കാരെയും തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. ഈ തെണ്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ നേതാക്കന്മാരുണ്ട്. അവർക്കാണ് ഈ രമേശ് ചെന്നിത്തല സേവനം ചെയ്യുകയാണെങ്കിൽ വെള്ളാപ്പള്ളി ഇങ്ങനെ തന്നെ ഇരിക്കും. രമേശ് ചെന്നിത്തല ജനമനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയും ചെയ്യും. രമേശ് ചെന്നിത്തലയുടെ ജോലി പരാതിയുള്ള തീർപ്പ് കൽപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്യട്ടെ. ഒരു തെറ്റും ചെയ്യാതെ എന്നെ പിടിച്ച് ഇവിടുത്തെ സർക്കാരൊക്കെ കുറേ നാളിട്ട് പൂട്ടി കളിച്ചില്ലേ, ഉപദ്രവിച്ചില്ലേ? തിരിച്ച് അതിൻ്റെ ഭവിഷ്യത്ത് എങ്ങനെയാണ് ഓരോരുത്തരും അനുഭവിച്ചെന്നും കണ്ടില്ലേ? അതുപോലെ തന്നെ ഇവർ അധർമ്മം കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഭവിഷ്യത്ത് ഇവർ അനുഭവിക്കും. അവർക്ക് വേണ്ടപ്പെട്ട സംഭവങ്ങൾക്കായിരിക്കും വേദന ഉണ്ടാവുക. പക്ഷെ ഇവിടെ മഹേഷിന്റെ ഒരു ആത്മഹത്യയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൃത്യമായിട്ട് എവിഡൻസ് ഉള്ള കാര്യമാണ്. കറക്റ്റ് തെളിവ് വേണം. 3 പേര്. അതാണ് ഞാൻ SP ഓഫീസിൽ പോയി ചോദിച്ചത്. അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന അലിഗേഷൻ പോലും സാമ്പത്തിക തിരിമറി എന്നുള്ളതാണ്. പക്ഷെ അതിൽ മനസ്സിലാവുന്ന ഒരു കാര്യം, തുഷാർ വെള്ളാപ്പള്ളിയും കൂടെ ജോയിൻ ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ആയിരുന്നു അതുണ്ടായിരുന്നത്. എങ്ങനെയാണ് തുഷാറിന്റെ സൈൻ ഇല്ലാണ്ട് മഹേഷിന് ഒറ്റയ്ക്ക് അങ്ങനെ ഒരു സാമ്പത്തിക തിരിമറി നടത്തിയിട്ടുണ്ടെങ്കിൽ നടത്താൻ പറ്റുക? ആ ഒരൊറ്റ ചോദ്യം തന്നെയാണ് ഞാൻ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ ഇത് മൊഴി കൊടുത്തതിൻ്റെ ഇതിലും കാണിച്ചു തരാം. അത് മാത്രം ചോദിച്ചാൽ മതി. രമേശ് ചെന്നിത്തല അത് മാത്രം ചോദിക്കട്ടെ. വെള്ളാപ്പള്ളി നാളെ അകത്താണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ, രമേശ് ചെന്നിത്തല ധർമ്മപുത്രനാണെങ്കിൽ, അദ്ദേഹം അൺബൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹം വെള്ളാപ്പള്ളിനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും. കാരണം ഹരിപ്പാടാണ്. പിന്നെ ഈ വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് ഇദ്ദേഹം ഹരിപ്പാട് MLA ആണല്ലോ. ഹരിപ്പാട് ഇരിക്കുന്ന ആലപ്പുഴയിലാണല്ലോ. ആലപ്പുഴയിലെ ജനങ്ങൾ, അവിടുത്തെ ഈഴവന്മാർ നാളെ രമേശ് ചെന്നിത്തലയ്ക്ക് വോട്ട് കൊടുക്കുന്നത് രമേശ് ചെന്നിത്തലയുടെ ഈ നടപടിയെ ബേസ് ചെയ്തിരിക്കും. ഇവർക്കിടെ കൂടെ ആകെ ഒരു 10,200 1500 പേരേ ഉള്ളൂ. ഇവർ പറയുന്നത് എന്താണ്? ഈ വെള്ളാപ്പള്ളി നരേശൻ എന്നെ തൊട്ടാൽ, ഞാൻ വിചാരിച്ചാൽ VM സുധീറിനെ തോപ്പിച്ച ഞാനാണ്, ഞാൻ അവരെ തോപ്പിക്കും, ഇവരെ തോപ്പിക്കും, ഇവരെ ജയിപ്പിക്കും. ആ ജയിച്ചു കഴിഞ്ഞാൽ അവരെ ജയിപ്പിച്ചു എന്ന് പറയും, തോറ്റു കഴിഞ്ഞാൽ അയാൾ തോപ്പിച്ചു എന്ന് പറയും. വെട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ വേറൊരു വേർഷനാണ് ഈ വെള്ളാപ്പള്ളി നരേശൻ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കോമഡി എന്ന് പറയുന്നത്, ഈ BDJS എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ ഒരു വാർഡ് മെമ്പറെങ്കിലും ഉമ്മാർക്ക് ജയിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ? എന്നിട്ടാണ് ഇവർ ഈ ഊച്ചാളിത്തരം. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമ്മുടെ നേതാക്കന്മാർക്ക് ഇല്ലെങ്കിൽ അവന്മാരെ ഊളയെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഇവരാരെയാണ് പേടിക്കുന്നത്?